ഹായ് ഓൾ, വെൽക്കം ടു ലാം പി എസ് സി. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എക്കണോമിക്സ് എന്ന് പറയുന്ന പുതിയ സബ്ജക്റ്റ് ആരംഭിക്കാൻ പോവുകയാണ്. വരാൻ പോകുന്ന ഡിഗ്രി തല എക്സാമിന് വേണ്ടിയിട്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് സമഗ്രമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ പൊതുവിൽ ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഒരു എക്കണോമിക്സിൽ നിന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യങ്ങളുടെ നിലവാരമാണ് അല്ലേ. പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങൾ, അതുപോലെ തന്നെ കോൺസെപ്ച്വൽ ചോദ്യങ്ങൾ കൂടുതലായിട്ടും വരുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്കണോമിക്സ്, അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നത് പതുക്കെ ഒന്ന് മാറ്റിവെക്കുന്നതാണ് പതിവ്, നമ്മൾ പൊതുവേ കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളുടെ നിലവാരം കൂടുതലാണ്, UPSC നിലവാരത്തിലൊക്കെ പഠിക്കണം എന്നൊക്കെ പൊതുവേ ഒരു ധാരണ ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്. അതൊക്കെ ശരിയാണോ? യഥാർത്ഥത്തിൽ നമുക്ക് UPSC നിലവാരത്തിലുള്ള പഠനം ആവശ്യമാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചോദ്യങ്ങൾ നമ്മൾ പറയാറില്ല, എന്താണ് ഈ പറയുന്ന എക്കണോമിക്സ് നിങ്ങളെ പിടിച്ച് കടിച്ചോ എന്നൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ എക്കണോമിക്സ് അത്തരത്തിൽ ഈ പറയുന്ന പോലെ നമ്മൾ ആരെയും കടിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സാധനം മാത്രമാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ എക്കണോമിക്സിൻ്റെ ബേസ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മളൊരു ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത്, ഒരു ബിൽഡിംഗ് കെട്ടുമ്പോൾ എത്ര നില വേണമെങ്കിലും നമുക്ക് കെട്ടിപ്പോക്കാം, അതിൻ്റെ ബേസ് സ്ട്രോങ് ആണെങ്കിൽ അല്ലേ. അതാണ് ഏതൊരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് എക്കണോമിക്സ് പോലുള്ള ഒരു കോൺസെപ്ച്വൽ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താ? ബേസ് സ്ട്രോങ് ആണെങ്കിൽ, അടിസ്ഥാനം ഭയങ്കര ശക്തമാണെങ്കിൽ, മുകളിൽ നമ്മൾ എത്രത്തോളം എങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാലും അത് ആൻസർ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ ബേസ്, എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റ്, ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങൾ ഏത് രീതിയിലൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആരംഭിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് മുന്നേ, അതായത് നമ്മൾ പഠനം ആരംഭിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നതിൻ്റെ സിലബസാണ്. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്തും എന്ത് പഠിക്കണം, അതുപോലെ എന്ത് പഠിക്കണ്ട എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, യൂട്യൂബിലായിക്കോട്ടെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലും ആവശ്യത്തിലധികം മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ഒരുപാട് മെറ്റീരിയൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ യൂട്യൂബിൽ കിട്ടും, അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് കിട്ടാറുണ്ട്. പക്ഷേ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യണം? കാരണം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്? സമയം. നമ്മുടെ കയ്യിൽ ആ കൂടെ ഉള്ളത് സമയമാണ്. അപ്പം നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സമയമാണ്. അപ്പോൾ ഈ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ROI നമ്മൾ ഉറപ്പ് വരുത്തണം. എന്താണ് ROI? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, എന്തിലാണോ നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള തിരിച്ച് റിട്ടേൺ കിട്ടണം. നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്, തിരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടോ, അതിന് കൃത്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ച് നമുക്ക് സമയം കളയല്ല വേണ്ടത്. നമുക്ക് ലഭ്യമായിട്ടുള്ള സമയത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മുൻവർഷങ്ങളെ ചോദ്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി, അതുപോലെ തന്നെ സിലബസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ സിലബസ് ഏതൊരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കി തരുന്നത് എന്താണ്? അതിൻ്റെ സിലബസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് പ്രിലിമിനറി എക്സാമിന്, ഡിഗ്രി തല പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സിലബസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 5 മാർക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പക്ഷെ പലപ്പോഴും 5 മാർക്കിനല്ല, 6 7 മാർക്കിന് എക്കണോമിക്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും എന്താണ് നിങ്ങളുടെ ഒരു സമയം വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമല്ല. പക്ഷേ എന്ന് പറഞ്ഞ് മുഴുവൻ സമയവും എക്കണോമിക്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സമയം കൃത്യമായിട്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ, എക്കണോമിക്സിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതാണ് നമുക്ക് PSC തന്നിട്ടുള്ള സിലബസ്. എക്കണോമിക്സിൻ്റെ സിലബസ് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള, നമുക്കറിയാം LSGS മെയിൻസ് കഴിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ LSGSൻ്റെ സിലബസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, സെക്കൻഡ് പേപ്പറിലാണ് ഇന്ത്യൻ എക്കണോമി 15 മാർക്കിനുള്ള ഇന്ത്യൻ എക്കണോമി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി തല എക്സാമുകളുടെ മെയിൻസിനെല്ലാം തന്നെ ഉയർന്ന മാർക്കിന് എക്കണോമിക്സിൻ്റെ, അതുപോലെ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് നമുക്ക് പ്രിലിംസ് തന്നെ നല്ല വൃത്തിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ പ്രിലിംസിനുള്ള സിലബസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏതൊരു സബ്ജക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അവരുടെ സിലബസിനകത്ത് ജസ്റ്റ് ഒരു പാരഗ്രാഫിനകത്ത് മാത്രമാണ് സിലബസ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ ഇത് ഔട്ട് ഓഫ് സിലബസ് അല്ലേ നമുക്കൊരു ചോദ്യം ഉണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ സിലബസ് എന്ന് പറയുമ്പോൾ അവർ ടോപ്പിക്കുകൾ മാത്രമാണ് തന്നിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ അതിൻ്റെ സബ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നും കൂടിയുള്ള മനസ്സിലാക്കിയുള്ള പഠനം വേണം നമ്മൾ നടത്താനുള്ളത്. നമുക്കിവിടെ ആ രീതിയിലുള്ള പഠനം തന്നെ നടത്താം. ടോപ്പിക്കുകൾ ഏതാണ്, അതിനൊപ്പം തന്നെ സബ് ടോപ്പിക്കുകൾ ഏതാണ്, കണ്ടല്ലോ. ടോപ്പിക്കുകളും അതുപോലെ തന്നെ എൻ്റെ മേജർ സബ് ടോപ്പിക്കുകളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എക്കണോമിക്സിനെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ ചോദ്യങ്ങൾ അങ്ങനെ വരാറുണ്ടോ, അത് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രത്യേക ടോപ്പിക്കായിട്ട് നോക്കണമോ? നോക്കണം. കാരണം അതിൽ നിന്ന് പലതവണ ഡിഗ്രി തല എക്സാമുകൾക്ക് ചോദ്യം വന്നിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്നതാണ് UPSC നിലവാരത്തിൽ നിങ്ങൾ പഠിക്കണം. ആയിക്കോട്ടെ, UPSC നിലവാരത്തിൽ പഠിക്കാം. UPSC നിലവാരത്തിൽ പഠിക്കുമ്പോൾ UPSCയുടെ ചോദ്യങ്ങൾ നമുക്ക് നോക്കണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ UPSCയിൽ നിന്ന് പോലും ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ബേസ് സ്ട്രോങ് ആകണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്, മനസ്സിലായില്ല? അതിനകത്ത് എന്തൊക്കെയാണ് വരിക? എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കും. ഡെഫിനിഷൻ മനസ്സിലായില്ല? എന്താണ് എക്കണോമിക്സ്, എന്തിനാണ് ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് എക്കണോമിക്സ്, നിങ്ങൾക്കറിയാം ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് എക്കോണമി, അതുപോലുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ നോക്കുന്നു. അതുപോലെ സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ പഠിക്കാറുള്ളതാണ്. പലപ്പോഴും ചോദ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, പ്രാഥമിക മേഖല, സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നൊക്കെ പറയുന്ന അതിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ നിങ്ങൾ കാണാറുണ്ട് എക്സാമിന്. അപ്പം അതെന്താണ്, അതെന്തിന് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനൊപ്പം തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ബേസിക് ആയിട്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്. അതിനൊപ്പം തന്നെ കുറച്ച് എക്കണോമിക് തോട്ട്സ്, സാമ്പത്തിക ശാസ്ത്ര ചിന്തകർ, അവരുടെ ചിന്തകളെ പറ്റി നമുക്കറിയാം. ആദം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ദാദാഭായ് നവറോജി തുടങ്ങിയ ഒരുപാട് ആൾക്കാരെ പറ്റി ചോദ്യങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ്. അപ്പോൾ ഏതൊരു സബ്ജക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം മൈക്രോ മാക്രോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? +2 NCERTയിൽ 2 ടെക്സ്റ്റ് ബുക്കുകളുണ്ട് മൈക്രോ മാക്രോ. അപ്പോൾ അതെന്താണെന്നുള്ള വ്യത്യാസം അറിയണ്ടേ? ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സിനകത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു എക്കണോമിക്സിൻ്റെ മറ്റ് സബ്ജക്റ്റുകളായിട്ടുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ എക്കണോമിക്സിൻ്റെ ഒരു പ്രത്യേകത, മറ്റ് സബ്ജക്റ്റുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കൂടുതലും നമ്മൾ എന്താണ്, ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫാക്റ്റുകളാണ് കാണാതെ പഠിക്കാനുള്ളത് അല്ലേ? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും വർഷം, ആൾക്കാരുടെ പേര്, സ്ഥാപനങ്ങളുടെ പേര്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലും കാണാപ്പാഠം പഠിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം എക്കണോമിക്സിൽ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു എഡ്ജ് ഉണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യും. എന്താണ്? നിങ്ങൾക്കിവിടെ പകുതി മാത്രം കാണാൻ പഠിച്ചാൽ മതി 50, അതുപോലെ ബാക്കി 50% കോൺസെപ്റ്റ് ആണ്. അപ്പം നോക്കിയേ 50% ഫാക്ച്വലും ബാക്കി കോൺസെപ്ച്വലും ആണ്. എന്താണ് കോൺസെപ്ച്വൽ, എന്താണ് കോൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റുകളുണ്ട്. ഇൻഫ്ലേഷൻ, മോണിറ്ററി പോളിസി, നാഷണൽ ഇൻകം, ടാക്സേഷൻ, ഡെഫിസിറ്റ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്കണോമിക് സർവേ, ബജറ്റ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ടേംസ് നിങ്ങൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. കാരണം ഇതിൽ നിന്ന് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് ഒരിക്കലും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്ത് എങ്ങനെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം, നമുക്കറിയാമല്ലോ, ഇടയ്ക്കൊക്കെ വാർത്തകൾ വരുന്നതാണ്. എന്താണ്, ഇപ്പോൾ നമ്മുടെ വാർത്താ ചാനലൊക്കെ കൊണ്ട് ആൾക്കാരുടെ ഫ്രണ്ടിൽ മൈക്കൊക്കെ കൊണ്ട് പോയിട്ട് വരും, ചേട്ടാ ഇപ്പോൾ സാധനങ്ങളുടെ വിലയൊക്കെ എങ്ങനെയുണ്ട് മോനെ, ജീവിക്കാൻ പറ്റുന്നില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ പറയുന്നത് കണ്ടില്ലേ? സാധനങ്ങൾക്ക് പൊള്ളുന്ന വില, തീ വില എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വരുന്ന കണ്ടില്ലേ? അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ, എന്താണ് വിലക്കയറ്റം, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മാത്രം, ഒരു കാരണം കൊണ്ട് മാത്രമാണോ സംഭവിക്കുന്നത്, അതോ മറ്റു പല കാരണങ്ങളുണ്ടോ? അതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം? ഗവൺമെന്റിന് അത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് കാണാതെ പഠിക്കാൻ പറ്റുമോ? ആ ഒരു കാര്യം, ഇൻഫ്ലേഷൻ ഇങ്ങനെ ഉണ്ടാകുന്നു, അപ്പോൾ ഇങ്ങനെ നിയന്ത്രിക്കാം. നിങ്ങൾ പലപ്പോഴും റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ, CRR, SLR ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഗതികൾ വരുന്ന സമയത്ത് അതെങ്ങനെ നമുക്ക് ഈ പറയുന്ന പോലെ CRR ഇൻക്രീസ് ചെയ്യണമോ, SLR ഇൻക്രീസ് ചെയ്യണമോ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല. കാരണം അത് കാണാതെ പഠിച്ചുകൊണ്ട് പോയാലും അവിടെ ചെല്ലുന്ന സമയത്ത് എക്സാം ഹാളിൽ നമുക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കോൺസെപ്റ്റ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഇതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നു തുടങ്ങിയ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കണം. അപ്പോൾ 50% നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ 50% നമുക്ക് എന്താണ്, കോൺസെപ്റ്റുകളാണ്. അതിലൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ദേശീയ വരുമാനം, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അല്ലേ? നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു ടേമാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അത് മാത്രമാണോ യഥാർത്ഥത്തിൽ? അതാണോ ദേശീയ വരുമാനം? അതല്ല ദേശീയ വരുമാനം.
നാഷണൽ ഇൻകം പഠിക്കുന്നതിനൊപ്പം നമ്മൾ പഠിക്കുന്ന ഒരു ടെർമിനോളജിയാണ് GDP. പക്ഷെ അതിനൊപ്പം GNP പഠിക്കാറുണ്ട്, NNP, NDP തുടങ്ങിയ ഒരുപാട് ടെർമിനോളജീസ് പഠിക്കാറുണ്ട്. ചോദ്യങ്ങൾ അതിൽ നിന്നെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, പേഴ്സണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം മുൻ വർഷങ്ങളിൽ എക്സാം ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ ഇങ്ങനെ കുറേ ടെർമിനോളജീസ് പറഞ്ഞ് നിങ്ങളൊന്നും പേടിപ്പിക്കുന്നില്ല. ഇത് മുന്നേ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളതായിരിക്കും. പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പഠിക്കും, അത്രേ മാത്രമേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക. അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു, എല്ലാ വിഭാഗക്കാരും, പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്നവരായിക്കോട്ടെ, നിലവിൽ ഓൾറെഡി എക്സാം എഴുതി വീണ്ടും ട്രൈ ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുപോകുക. അതുകൊണ്ട് ബേസ് ബിൽഡ് ചെയ്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ബാക്കി അതായത് മുന്നേ പഠിച്ചിട്ടുള്ളവർക്ക് ഇതൊരു റിവിഷൻ ആയിക്കോട്ടെ. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ ടേംസ് കേട്ട് പേടിക്കേണ്ട, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ആദ്യമേ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ നാഷണൽ ഇൻകം, അതിനകത്ത് നാഷണൽ ഇൻകത്തിൻ്റെ ചരിത്രം, നാഷണൽ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ? ചിലപ്പോൾ ഫോർമുലാസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ട് പോവാം. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റൊരു ടേമാണ് ഗ്രോത്ത് അല്ലേ? എക്കണോമിക് ഗ്രോത്ത് എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്യമാണ്, അല്ലെങ്കിൽ നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ്, ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നല്ല, സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയാം അല്ലേ? പക്ഷേ ഇന്ത്യനെ നമ്മളൊരു വികസിത രാജ്യം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ മലയാളം വികസനം, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച. ഇന്ത്യനെ നമ്മൾ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇന്ത്യനെ ഒരു വികസിത രാജ്യം എന്ന് പറയാറുണ്ടോ? ഇല്ല. വികസിത രാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന എന്താ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, US, അതുപോലെ തന്നെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രി, UAE, ഇതെല്ലാം നമ്മൾ എന്തെന്ന് പറയാറുണ്ട്, ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയാറുണ്ട്. ഇന്ത്യ പക്ഷേ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. പക്ഷേ ഇന്ത്യ ഗ്രോത്തിൽ മുന്നിലാണ്. അതെന്താ തമ്മിലുള്ള വ്യത്യാസം? അതറിയണമെങ്കിൽ നമ്മൾ നാഷണൽ ഇൻകം പഠിക്കണം. നമ്മൾ പലപ്പോഴും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ടേംസ് ആണ് ഗ്രോത്തും ഡെവലപ്മെൻറ്റും. പക്ഷെ അല്ല, അതിന് കൃത്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് കേരളം നമ്മൾ യൂറോപ്പുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന്. എന്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? നമ്മൾ റോഡുകളുടെ കാര്യത്തിൽ കമ്പാരിസൺ ഉണ്ട്, അതിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. എന്താണ് നമ്മൾ പറയുന്നത്? ആരോഗ്യം, അതുപോലെ തന്നെ ജീവിത നിലവാരം, വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു കമ്പാരിസൺ പോസിബിൾ ആണ് എന്ന് പറയാറുണ്ട് അല്ലേ? അത് നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് പഠിക്കാം. അപ്പോൾ ഡെവലപ്മെൻറ്റ്, കേരളം മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെവലപ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഗ്രോത്ത് ഉണ്ടോ? അപ്പോൾ എന്താണ് ഈ ഗ്രോത്തും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം? അത് നമുക്ക് നാഷണൽ ഇൻകം പഠിക്കുന്ന സമയത്ത് പഠിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത്, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എക്കണോമിക് പ്ലാനിങ്. PSC പഠിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അതിൽ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു ഏരിയയാണ് എക്കണോമിക് പ്ലാനിങ്. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ്, പ്ലാനിങ് കമ്മീഷൻ, NDC. ഇപ്പോൾ നിലവിൽ 5 ഇയർ പ്ലാൻസും ഇല്ല, പ്ലാനിങ് കമ്മീഷനും ഇല്ല അല്ലേ? പകരം എന്താ ഉള്ളത്? നീതി ആയോഗ്. എന്താണ് ഈ നീതി ആയോഗ്? അപ്പോൾ ഇപ്പോഴത്തെ ഒരു PSCയുടെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് നീതി ആയോഗ്. അതിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന ഏരിയ. അപ്പോൾ എന്താണ് ഈ ഒരു നീതി ആയോഗ്, അല്ലെങ്കിൽ ഈ പ്ലാനിങ് കമ്മീഷനും നീതി ആയോഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നീതി ആയോഗ് പുറത്തിറക്കുന്ന ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, നമുക്ക് ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യാം, അതിനെപ്പറ്റി പഠിച്ചു പോകാം. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് നോക്കാനുണ്ട്. ഇനി ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമ്പത്തിക സ്ഥാപനങ്ങൾ. നിങ്ങൾ നോക്കിയേ, നമ്മൾ ഫൈനാൻഷ്യൽ മാർക്കറ്റുകളെ പറ്റി കേൾക്കാറുണ്ട് അല്ലേ? നിങ്ങളിപ്പോൾ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം പലപ്പോഴും എനിക്ക് മാത്രം വരുന്നതാണോ എന്നറിയില്ല, അതായത് പല ട്രേഡേഴ്സിനെ കാണാറുണ്ട്. ഇപ്പോൾ എന്താ, സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്ന, ഷെയർ ട്രേഡിംഗ് നടത്തുന്ന, ഇൻസ്റ്റാഗ്രാം ഒരുപാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡേ ട്രേഡിംഗ് നടത്തൂ, നിങ്ങൾ ട്രേഡിംഗ് നടത്തൂ, നിങ്ങൾ എന്താ ലാഭം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മാത്രം വരുന്നതാണോ, നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഈ ട്രേഡിങ്ങിനെ പറ്റി കേൾക്കാറുണ്ട് അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടുകൾ. നമ്മളെ സച്ചിനും ധോണിയൊക്കെ വന്നിട്ട് പറയുന്ന കേട്ടില്ല, എന്താണ് മ്യൂച്വൽ ഫണ്ട് സഹി ഹേ, മ്യൂച്വൽ ഫണ്ട് ശരിയാണ്. അപ്പോൾ എന്താ മ്യൂച്വൽ ഫണ്ട്, അതിനെപ്പറ്റി അറിയണ്ടേ? മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കണം, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് നോക്കണം, ഷെയർസ്, ഡിബഞ്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്കാം 1992 എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ്, അത് കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റ്, നമ്മുടെ മണി മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റി പറയുന്ന ഒരുപാട് സിനിമകളും സീരീസും. അപ്പോൾ എന്താണ് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ബാങ്ക്,
ഈ പറയുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്, സാമ്പത്തിക വിപണി, അവിടെ നമ്മൾ മണി മാർക്കറ്റ് എന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എന്നും ഒക്കെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് എന്താണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് നോക്കാനുള്ളതാണ് എന്താണ് ബാങ്കിങ് സിസ്റ്റം, ഇന്ത്യയുടെ ബാങ്കിങ്, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ബാങ്കിങ്, ഇന്ത്യൻ ബാങ്കിന്റെ ചരിത്രം. അത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി തല എക്സാമുകളിൽ അധികം ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിലും മറ്റു പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അറിയണം. ടൈപ്സ് ഓഫ് ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, ഫോറിൻ ബാങ്ക്. നിങ്ങൾ കേട്ടിട്ടില്ലേ കേരളത്തിൽ ഇസാഫ് എന്ന് പറയുന്നൊരു ബാങ്ക് ഉണ്ടല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്ത് ബാങ്കാണ്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇസാഫ്, നമ്മൾ ചില ബാങ്കുകളൊക്കെ കാണും. ഇത് എന്ത് ബാങ്കാണ്? ഇസാഫ് എന്ന് പറയുന്ന ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്കാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ പേടിഎം പേയ്മെന്റ് ബാങ്ക്, ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വാർത്തയിലൊക്കെ വന്നു പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ലൈസൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, RBI സസ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. അതെന്താണ്? അതൊരു പേയ്മെന്റ് ബാങ്ക്. അങ്ങനെ പലതരത്തിലുള്ള ബാങ്കുകളുണ്ട്. മനസ്സിലായോ? അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ RBIനെ പറ്റി നോക്കുന്നത്. ഇതാണ് നമ്മുടെ എക്കണോമിക്സിൽ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് വെച്ചാൽ ഇത് ബുദ്ധിമുട്ടുള്ള ഏരിയ എന്നല്ല, ഏറ്റവും സിമ്പിൾ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എക്കണോമിക്സ് നിങ്ങൾ ഒരു തവണ പഠിച്ചാൽ പിന്നീട് വീണ്ടും അങ്ങോട്ടൊരു തിരിഞ്ഞു നോട്ട് ആവശ്യമില്ലാത്ത, അതേസമയം പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന, കറക്കി കുത്താൻ പറ്റാത്തൊരു ഏരിയയാണ് RBI ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. റിസർവ് ബാങ്കും അവരുടെ പ്രവർത്തനങ്ങളും നമുക്കെല്ലാം അറിയാം അല്ലേ. എന്താണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്? നമ്മുടെ കേന്ദ്ര ബാങ്കാണ്. അവരെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അവർക്ക് നോട്ട് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, കറൻസികൾ അടിച്ചിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് RBIക്ക് ഒരുപാട് ഫങ്ഷൻ. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ബാങ്കാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ബാങ്കാണ്, അവരുടെ കയ്യിൽ വിദേശ നാണ്യത്തിന് കരുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന പോയിന്റ് എന്ത് തന്നെയാണ്? അവരുടെ ഫങ്ഷൻ ആയിട്ടുള്ള മോണിറ്ററി പോളിസി അല്ലേ, പണനയം. നിങ്ങൾ കേട്ടിട്ടില്ലേ? RBI ആണ് പണം പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പണത്തിനെ നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം നമ്മുടെ രാജ്യത്ത് പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ RBI യൂസ് ചെയ്യുന്ന മെഷേഴ്സ് ആണ് മോണിറ്ററി പോളിസി, പണനയം. മോണിറ്ററി റിലേറ്റഡ് ടു മണി, പണവുമായി ബന്ധപ്പെട്ട പോളിസി, അതാണ് പണനയം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം മോണിറ്ററി പോളിസി എന്തൊക്കെയാണ്? അതിനകത്താണ് നമ്മൾ റിപ്പോനെ പറ്റി ഇടയ്ക്ക് നിങ്ങൾ വാർത്തയിൽ കാണാറില്ലേ? RBI റിപ്പോ നിരക്കുകൾ കുറച്ചു. റിപ്പോ നിരക്കിൽ, അതായത് നിരക്കുകളിൽ വ്യത്യാസം വരുത്തി. റിപ്പോ, റിവേഴ്സ് റിപ്പോ, CRR, SLR തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂസിൽ കാണാറുണ്ട് അല്ലേ. എന്താണിത്? അതിനെപ്പറ്റി അറിയണം. അപ്പം ഇത് ഏത് സമയത്ത് ഇൻഫ്ലേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ സമയത്ത് ഇതിൽ എന്തൊക്കെ ചേഞ്ചാണ് കൊണ്ടുവരും, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും, അതാണ് നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അത് പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. നിങ്ങൾ ഒപ്പം കൂടെ നിന്നാൽ മതി. നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയെല്ലാം തന്നെ സെറ്റാക്കാം. അപ്പോൾ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, നികുതി, ടാക്സ് സിസ്റ്റം. അതായത് നമുക്കറിയാം ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ് നികുതി അല്ലേ. അപ്പോൾ ഈ ടാക്സും ബജറ്റിങ്ങും ഒരുമിച്ച് പറയാം. ഇന്ത്യൻ ടാക്സ് സിസ്റ്റവും അതുപോലെ തന്നെ ബജറ്റിങ്ങും. ഗവൺമെൻറ്, ഞാൻ പറഞ്ഞു RBIയുടെ പോളിസിയാണ് മോണിറ്ററി പോളിസി. നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന നയമാണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ അല്ല, ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ എന്താ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. നിങ്ങൾ പബ്ലിക് ഫൈനാൻസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പബ്ലിക് ഫൈനാൻസ് എന്ന് വെച്ചാൽ എന്താ? പബ്ലിക് ഫൈനാൻസ് എന്ന് വെച്ചാൽ പൊതു ധനകാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യം. അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം വരും, കേന്ദ്ര സർക്കാരിൻ്റെ ചിലവ് വരും, കേന്ദ്ര സർക്കാരിൻ്റെ ഈ പറയുന്ന സർക്കാരിൻ്റെ കടമെടുക്കുന്ന തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും. ഈ പബ്ലിക് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. ഈ ഒരു ചെലവുകൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നു, ഗവൺമെൻറ് വരുമാനത്തിനെ പറ്റി പറയുന്നു, ഗവൺമെൻറ് എവിടുന്നെല്ലാം എപ്പോഴെല്ലാം കടമെടുക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം ഫിസ്ക്കൽ പോളിസിക്കകത്ത് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫെബ്രുവരി 1-ാം തീയതി ആകുന്ന സമയത്ത് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി, ഇപ്പോൾ നിലവിൽ നിർമ്മല സീതാരാമനാണ്, എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ പാർലമെൻറ്റിൽ വന്നിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ പൊതുവേ കാണുന്നതാണ്. തലേ ദിവസവും നമ്മൾ ധനകാര്യമന്ത്രിയെ കണ്ടതാണ്, ഇനി പിറ്റേ ദിവസം കാണുന്നതാണ്. പക്ഷെ അന്ന് വരെ ഇല്ലാതെ ധനകാര്യമന്ത്രിയുടെ വീടിൻ്റെ അവിടെ ക്യാമറയായിട്ട് മാധ്യമങ്ങൾ വന്ന് നിൽക്കും. എന്തിനാ? അന്ന് ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. എന്നിട്ട് വാർത്താ ചാനലിലൂടെയൊക്കെ പറയുന്നുണ്ട്, അതാ ധനകാര്യമന്ത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ പാർലമെന്റിലോട്ട് പോകും, പാർലമെന്റിൽ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അവർ ഇത് ഈ ഒരു സ്പീഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞ് കാറിൻ്റെ ബാക്കിൽ നിന്ന് ചേസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. എന്തിനാണെന്ന് നമുക്കറിയില്ല. അവരെന്തായാലും പാർലമെന്റിൽ തന്നെയാണ് പോകുന്നത്. അവിടെ ചെന്ന് ബജറ്റ് അവതരിപ്പിച്ചിട്ട് തിരിച്ച് വരുന്നുള്ളൂ. പക്ഷേ നിങ്ങളത് 1-ാം തീയതി, ഫെബ്രുവരി 1-ാം തീയതി ഒക്കെ വാർത്ത വെച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിർമ്മലാ സീതാരാമൻ്റെ കയ്യിൽ ബജറ്റ് ഉണ്ട്.
അതെന്തായാലും അവതരിപ്പിച്ചിട്ടുള്ള നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ നിന്ന് പുറത്ത് പോകത്തുള്ളൂ. പക്ഷേ മാധ്യമങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പുറമെ അത് ഒരു രസമുള്ള പരിപാടിയാണ് കേട്ടോ. നിങ്ങൾ ഫെബ്രുവരി 1 തീയതി രാവിലെ വാർത്തയൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 11 മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ വക കലാപരിപാടികളൊക്കെ നമുക്ക് TV കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഫെബ്രുവരി 1 പ്രത്യേകത? ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ് ഫെബ്രുവരിയുടെ ആദ്യത്തെ വർക്കിംഗ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബജറ്റ്? ബജറ്റ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന സാമ്പത്തിക വർഷം ഗവൺമെന്റിന്റെ പ്രതീക്ഷിക്കുന്ന ചിലവുകളും പ്രതീക്ഷിക്കുന്ന വരുമാനവും ഇത്രയാണ് എന്ന് ഗവൺമെന്റ് ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബജറ്റ്. അത് കേന്ദ്ര സർക്കാരും എല്ലാ സംസ്ഥാനങ്ങളും ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ബജറ്റിനകത്ത് നികുതികളെ പറ്റിയും പ്രതിപാദിക്കാറുണ്ട്. അപ്പോൾ എന്താ നികുതി? നമുക്കറിയാം, നമ്മൾ നിർബന്ധമായിട്ട്, അതായത് നമ്മൾ ഈ നികുതി എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത, നമ്മൾ കമ്പൽസറി ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ആണ് നികുതി അല്ലേ. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നികുതി അടയ്ക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല കേട്ടോ എന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇല്ല, നമ്മളെല്ലാവരും നികുതി അടയ്ക്കുന്നുണ്ട് ആണല്ലോ. അതായത് ഒരു 5 രൂപയുടെ സാധനം മുതൽ അതിനകത്ത് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പം നികുതി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഒരു പ്രധാനപ്പെട്ട വരുമാനമാണ്. പ്രത്യക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്, GST നമുക്ക് എല്ലാവർക്കും അറിയാം, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത്, ഒരു ക്രിക്കറ്റ് കളി കാണാൻ പോയാൽ ഇതിലെല്ലാം തന്നെ എന്തുണ്ട്? GST കൊടുക്കണം. പല പേരുകളിൽ ഉണ്ടായിരുന്ന നികുതികൾ ഒരുമിച്ച് ചേർത്ത് GST എന്ന് പറയുന്ന ഒരൊറ്റ പരോക്ഷ നികുതി. ശ്രദ്ധിക്കണം, പരോക്ഷ നികുതി എന്ന് പറയാൻ കാരണം ഇൻഡയറക്റ്റ് ടാക്സ്. GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ്. അത് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടേ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ GST എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് GST, എന്തിന് നമ്മൾ GST നടപ്പിലാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഇനി ഇതുകൂടാതെ നമുക്ക് നോക്കാനുള്ളത് എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇതെന്ന് പറയുന്നത് നിങ്ങൾ CAക്ക് ഇപ്പം പഠിക്കുന്ന കാര്യം. അതാണ് എക്കണോമിക്സിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതയാണ് കറണ്ട് അഫെയർസ് റിലേറ്റഡ്, അതായത് സബ്ജക്റ്റ് റിലേറ്റഡ് കറണ്ട് അഫെയർസ് വരുന്നുണ്ട്. മുന്നേന്ന് വെച്ചാൽ വെറുതെ ഒരു കറണ്ട് അഫെയർസ് നമ്മൾ കാണാതെ പഠിക്കുന്നു, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നു. പക്ഷേ ഇപ്പോൾ എങ്ങനെയാണ്, ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കറണ്ട് അഫെയർസാണ് പലപ്പോഴും ചോദിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ CA പഠിക്കുമ്പോൾ, കറണ്ട് അഫെയർസ് പഠിക്കുമ്പോൾ, അതിനൊപ്പം തന്നെ നമ്മൾ പഠിച്ച ഏരിയ ആയിട്ട് അതിനെ കണക്ട് ചെയ്യാൻ നോക്കുക. ഉദാഹരണം, റിപ്പോ നിരക്കിൽ വ്യത്യാസമുണ്ട്, RBIയുടെ ഫങ്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് ഉണ്ടല്ലോ, അതുമായിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിനകത്ത് പറയാനുള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നുള്ള മനസ്സിലായില്ലേ. എക്കണോമിക്സിൻ്റെ സിലബസിനകത്ത് ഇത്രയും കാര്യങ്ങളെ യഥാർത്ഥത്തിലുള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് 5 മാർക്കിനുള്ള മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിലബസ് വളരെ കുറവാണ്, പഠിക്കാനുള്ള സമയവും വളരെ കുറവാണ്. പക്ഷേ പ്രശ്നം എന്താണ്? മുഴുവൻ കാണാപ്പാഠമല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പണ്ട് മുന്നേ കാലം തൊട്ട് എന്താണ്, കുറേ കാലം മുന്നേ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പം നമ്മളൊക്കെ പഠിച്ചത് വേസ്റ്റ് ആകുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഒരു പുതിയ രീതിയിൽ ചോദ്യങ്ങൾ വരുന്നു. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, കാണാതെ പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. 50% കാണാപ്പാഠം വേണം. പക്ഷേ കോൺസെപ്റ്റും കൂടെ ഡെപ്തിൽ നമുക്കൊരു കാര്യത്തിനെ പറ്റി മനസ്സിലാവും. വെറുതെ അങ്ങ് കാണാതെ പഠിക്കുന്നതല്ല. നമ്മൾ പഠിച്ച കാര്യം എന്തിനങ്ങനെ ഒരു സംഗതി വന്നു എന്നൊരു അനലിറ്റിക്കൽ സ്റ്റഡി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് പൊതുവെ ഡിഗ്രി പ്രിലിമിനറി അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ PSC എക്സാം എഴുതുന്ന ആൾക്കാർക്ക് അത് ആവശ്യമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ സിലബസിനെ പറ്റി ഒരു ഐഡിയ കിട്ടി. ഇനി നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യവും കൂടെ എനിക്ക് പറയാനായിട്ട് നിങ്ങളുടെ അടുത്ത്. അതായത് നമ്മൾ സിലബസിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത്, നിങ്ങൾ ക്ലാസ് നോട്ട്സുകൾ വായിക്കണം, ക്ലാസ്സുകൾ കാണണം, എല്ലാം ചെയ്യണം. പക്ഷേ വേറെ എന്തൊക്കെ റിസോഴ്സസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം? നമുക്കറിയാം, റിസോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ പഠനത്തിന് നമ്മളെ സഹായിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ പറഞ്ഞു, ക്ലാസ്സുകൾ കാണുക, ക്ലാസ് നോട്ടുകൾ വായിക്കുക, അതിനൊപ്പം നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായിട്ട് NCERT പാഠപുസ്തകങ്ങൾ, അതുപോലെ തന്നെ SCERT പാഠപുസ്തകങ്ങൾ. മനസ്സിലായല്ലോ? 6 മുതൽ 10 വരെയുള്ള SCERT പാഠപുസ്തകങ്ങൾ, +1 +2 NCERT പാഠപുസ്തകങ്ങൾ. ഇത് മുഴുവൻ പഠിക്കണമെന്നില്ല. നമുക്കറിയാം, ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലാംപ് PSC തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, NCERT SCERT പാഠപുസ്തകങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകളായിട്ട് തന്നെ ലഭ്യമാണ്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കുകൾ വായിക്കണമെന്ന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ SCERT 6 മുതൽ 10 വരെ വായിക്കുമ്പോൾ അതിനകത്ത് ജോഗ്രഫി, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമി എല്ലാം തന്നെ കവറാവും.
+1 +2 വരുമ്പോൾ NCERT SCERTയും സെയിം ആണ് എക്കണോമിക്സിൽ. അപ്പോൾ അതിൽ +1 ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് ബുക്കും +2 മാക്രോ എക്കണോമിക്സ്, മൈക്രോ വേണ്ട, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കും. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ക്ലാസ്സുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നല്ല അടിപൊളി എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ ലാമിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് NCERT SCERT പാഠപുസ്തകങ്ങളുടെ ക്ലാസ്സുകളും ലഭ്യമാണ്, അതിൻ്റെ നോട്ട്സും ലഭ്യമാണ്. ഇനി ഈ പാഠപുസ്തകങ്ങൾ നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾക്കൊപ്പം കാണുക, വായിക്കുക. അത് കൂടാതെ മെയിനായിട്ടും ചെയ്യാനുള്ളത് PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തു നോക്കണം. അത് വെറുതെ ഒരു ചോദ്യം നോക്കുന്നു, അതിൻ്റെ ആൻസർ നോക്കുന്നു, ഒരു ചോദ്യം നോക്കുന്നു, അതൊരു ആൻസർ നോക്കുന്നു, അങ്ങനെയല്ല ചെയ്യാനുള്ളത്. ഒരു എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നുണ്ടോ ആ ഒരു എക്സാം ഹാളിൻ്റെ അന്തരീക്ഷം നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഒരു എക്സാം ഹാൾ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ 1.25 മണിക്കൂറാണെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് ഒരു എക്സാമിനിരിക്കുന്ന അതേ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഒരു കുറച്ച് ക്ലാസ്സുകളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കിയ കുറച്ച് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്കറിയാം ഈ ഒരു ഡിഗ്രി തല എക്സാമുകൾ അല്ലെങ്കിൽ ഇപ്പോൾ PSC പൊതുവേ പാറ്റേണിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു മാറിയ പാറ്റേൺ പ്രകാരം മുഴുവൻ നമുക്ക് ഒരിക്കലും കാണാതെ പഠിച്ചു പോയി എഴുതാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതായത് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാവുന്ന 1-2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് ആൻസറിൽ എത്തിച്ചേരുക, അതാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എലിമിനേഷൻ ടെക്നിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹെൽപ്പ് ചെയ്യും. അതിനൊപ്പം തന്നെ എന്താണ്, നിങ്ങൾക്കൊരു ഗസ് വർക്ക്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഗസ് വർക്ക് നടത്താൻ പറ്റും. അത് വെറുതെ ഗസ് അടിക്കുന്നില്ല, കുറച്ച് എഡ്യൂക്കേറ്റഡ് ഗസ് നടത്താനും നിങ്ങളത് സഹായിക്കും. ഇതെല്ലാം തന്നെ എലിമിനേഷൻ ആണെങ്കിലും ഗസ് വർക്ക് ആണെങ്കിലും എല്ലാം തന്നെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു എക്സാം എഴുതുന്ന മാതൃകയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളവിടെ പ്രാക്ടീസ് ചെയ്യാണ്, വീണ്ടും 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 പ്രാക്ടീസ് ചെയ്യുന്നു എങ്ങനെ എലിമിനേഷൻ ചെയ്യാൻ തുടങ്ങി. അത് നമുക്ക് ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മികച്ച രീതിയിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എലിമിനേഷൻ വഴിയൊക്കെ ചെയ്യാൻ പറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മറ്റൊരു ഗുണം എന്താണ്, നമുക്കൊരു എക്സാമിൻ്റെ അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. മനസ്സിലായോ? ഒരു എക്സാം സാഹചര്യം, ഒരു എക്സാം എൻവയോൺമെൻറ്റ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമാണ്. ഇതുകൂടാതെ കൃത്യമായിട്ടുള്ള റിവിഷൻ, അതുപോലെ തന്നെ CA. റിവിഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ പഠിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പോൾ അതുകൊണ്ട് റിവൈസ് ചെയ്യുക, പഠിപ്പിച്ച ടോപ്പിക്കുകൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. റിവിഷനാണ് ഈ ഒരു എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്ര കൂടുതൽ പഠിക്കുന്നു എന്നുള്ളതല്ല, പഠിച്ച കാര്യങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഓർമ്മയിരിക്കുന്നുണ്ടോ, എക്സാം ഹാളിൽ ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റിവിഷൻ പ്ലസ് കറണ്ട് അഫെയർസും സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ്, അതായത് നമ്മൾ കറണ്ട് അഫെയർസ് പഠിക്കുമ്പോൾ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫെയർസും കൂടെ നോക്കി പഠിച്ചു പോവുക. അപ്പോൾ ഇത്രയാണ് ഒരു സബ്ജക്റ്റ്, എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നു.